തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉള്ളത്. ഇത്തവണ ചെറുകുന്ന് പഞ്ചായത്ത് 2ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് CPM പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് K. മോഹനനാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയാണ്, പ്രചരണ തിരക്കിലാണ് അവർ എന്തായാലും ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോ ഇത് ആദ്യമായിട്ടല്ലല്ലോ, വർഷങ്ങളായി അങ്ങേക്ക് രാഷ്ട്രീയ രംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. ഇത്തവണ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഞാൻ ദീർഘകാലം ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ നേരത്തെയുള്ള സജീവമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ദാലിൽ കുന്നച്ചേരി പൂങ്കാവ് മേഖല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇത്തവണ വലിയൊരു വിജയപ്രതീക്ഷ തന്നെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷ ഉണ്ട്. നല്ല നിലയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ ചെറുകുന്നില് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായി ചെറുകുന്ന് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. അപ്പോൾ വിശാലമായിട്ടുള്ള കൈപ്പാട് കരനെൽ മേഖലകൾ നമുക്കുണ്ട്. ഒരു വലിയ ഭാഗം തരിശിട്ട നിലയാണുള്ളത്. അപ്പോൾ കൃഷിക്ക് കുറേ കൂടി പ്രാമുഖ്യം കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ വ്യാവസായികമായിട്ട് നമ്മൾ വളരെ പിന്നോക്കമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വ്യവസായങ്ങൾ, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് താവത്ത് നേരത്തെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് ഒരു വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന് താരതമ്യേന വരുമാനം കുറഞ്ഞ പഞ്ചായത്താണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക പ്രധാനമാണ്. അപ്പോൾ അതിനുവേണ്ടി കോപ്പുറത്തൊരു വ്യാപാര സമുച്ചയം കൊണ്ടുവരണം എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കണമെന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല നിലയിൽ കായിക മേഖലയെ ശ്രദ്ധിക്കണം എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ 3 മൈതാനങ്ങളാണ് ഈ ചെറുകുന്നിനകത്തുള്ളത്. അപ്പോൾ അതൊന്ന് മുണ്ടപ്പുറം സ്കൂളിനോട് ചേർന്നിട്ടുള്ള മൈതാനമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മൾ 1 ഏക്കറോളം സ്ഥലം പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു മൈതാനമായിട്ട് അതിനെ മാറ്റിയെടുക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കോപ്പുറത്ത് നിലവിലുള്ള മിനി സ്റ്റേഡിയം, അതിൻ്റെയും നവീകരണം നടത്തണം. അതോടൊപ്പം ദാലിൽ ഒരു പഞ്ചായത്തിൻ്റെ വക സ്ഥലത്ത് കുട്ടികൾ ഇപ്പോൾ കളിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് നേരിടുന്ന മറ്റൊരു വിഷയം ഉപ്പുവെള്ളത്തിൻ്റെതാണ്. അപ്പോൾ 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ ആ നിലക്ക് ഉപ്പുവെള്ള പ്രതിരോധത്തിന് വലിയ പരിഗണന കൊടുക്കണം എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിലുള്ള നമ്മുടെ റോഡ് സംവിധാനങ്ങളെല്ലാം നവീകരിക്കണം. ഡ്രൈനേജിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഡ്രൈനേജ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് റോഡുകളെല്ലാം നവീകരിക്കണമെന്ന് കൂടി ഉദ്ദേശിക്കുക. രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയും. ഇപ്പൊ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളത്? ഞാനിപ്പോൾ നിലവിൽ പാർട്ടിയുടെ പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ കർഷക സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറി കൂടിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് സജീവമായിട്ട് നിലവിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 10-45 വർഷമായിട്ട് ചെറുകുന്നിനകത്ത് ലോക്കൽ തലത്തിൽ തന്നെ, ഈ ചെറുകുന്ന് പഞ്ചായത്ത് തലത്തിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു എളിയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതിയിൽ അംഗമായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പഞ്ചായത്ത് നേടിയെടുത്ത വിവിധ അവാർഡുകളുണ്ട്. അതിനൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് അങ്ങയുടെ ഒരു പരിശ്രമം കൂടിയായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയും. പഞ്ചായത്തിന് നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിച്ചു വന്നിട്ടുണ്ട്. അതിലെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ആശുപത്രിക്ക് സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ കായകൽപ്പ അവാർഡ് ലഭിക്കുകയുണ്ടായി. ആ പ്രവൃത്തിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അസംകുഞ്ഞു മാഷായിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിൽ നിന്ന് ലഭിച്ച 75 ലക്ഷം രൂപക്ക് പുറമെ 27 ലക്ഷം രൂപ നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് നല്ല നിലയിൽ ആശുപത്രിയെ നവീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ കായകൽപ്പ അവാർഡ് അതിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മളെ ഈ ദാലിൽ പ്രദേശത്ത് തന്നെ 10-28 ഏക്കർ സ്ഥലത്ത് കൈപ്പാട് കൃഷി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 2 ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തിയത്. 17-18 വർഷത്തിൽ അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിന് ലഭിക്കുകയുണ്ടായി.
അപ്പൊ ഇതേപോലുള്ള വികസന നേട്ടങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല നിലയിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അനുഭവങ്ങളെല്ലാം എന്നെ പ്രാപ്തമാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം ഈ വിമത ഭീഷണി ഈ വിജയത്തിനെ ബാധിക്കുമെന്ന് അത് കരുതുന്നു. നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ അതിനെ വേണ്ടത്ര മുഖവിലക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് സന്തോഷം പകരുന്നതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവുമെല്ലാം തുറന്ന പുസ്തകമാണ്. ഏത് നിലയിൽ ഉള്ള പരിശോധന നടത്തിയാലും അതിലൊന്നും ഒരു കറ വീഴ്ത്താൻ പരിശ്രമങ്ങൾ നടത്തിയവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. ജനങ്ങൾ വലിയ നിലയിൽ എന്നെ നെഞ്ചേറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ദാലിൽ ഭാഗത്ത് നിങ്ങൾ ഏത് വോട്ടറോട് ചോദിച്ചാലും കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇത്തവണ എന്തായാലും ഈ കഴിഞ്ഞ കാലയളവിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികൾ കൂട്ടാവുമെന്നാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. മറ്റൊന്നും തന്നെ ബാധിക്കില്ല എന്ന് കൂടി സ്ഥാനാർത്ഥി പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.